അതിരെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള തരത്തിലൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത്. എത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പോലും തിരുവോണം എന്ന് പറയുന്നത് വളരെ ആഘോഷത്തോടെയാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. മലയാളികളുടെ ഏറ്റവും വലിയൊരു മഹോത്സവം തന്നെയാണ് ആ തിരുവോണം. നമ്മളിന്നിപ്പോൾ ഈ തിരുവോണ ദിനത്തിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിരുവോണ ദിനത്തിൽ പൊന്നാനി നഗരസഭയിലെ 15-ാം വാർഡിലെ കുറച്ച് ആളുകളോടൊപ്പമാണ് ഇന്ന് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ? പൂക്കളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടല്ലോ, അല്ല അടിപൊളി പൂക്കളം അല്ലേ? രാവിലെ നേരത്തെ എണീറ്റ് പൂക്കളൊക്കെ തയ്യാറാക്കിയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? അതെ അതെ. എന്താണ് ഓണത്തിന് ഇത്തവണത്തെ ആഘോഷ പരിപാടികളൊക്കെ? ഇത്തവണ ആഘോഷം ഇപ്പോൾ ഓണം ആഘോഷിക്കാത്ത ആരുമില്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്നും ഓർക്കാനായിട്ട് ഉണ്ടാവും. ഇതുപോലെ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. എന്താണ് മുത്തശ്ശി? നല്ല കാര്യങ്ങൾ മാത്രം വരട്ടെ, നല്ലത് മാത്രം നന്നായിരിക്കട്ടെ. എങ്ങനെയാണ് പഴയ കാലത്ത് ഓണം ഇപ്പോഴത്തെ ഓണം കൂട്ട് വളരെ വ്യത്യാസമുണ്ട്. എന്നാലും പുതുതായി ഉള്ളത് നന്നായി എന്ന് വിചാരിക്കാം. അന്നൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് കൂടുതലും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് എത്രയോ പ്രയാസപ്പെട്ടിട്ടാണല്ലോ അന്നത്തെക്കാട്ടിലും എത്രയോ നല്ലതായിട്ടാണെന്ന് കഴിയണത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ ഓണങ്ങളാണ് അന്നത്തെ പോലെയല്ല. മുത്തശ്ശിക്ക് ശരിക്കും ഇത് പറഞ്ഞ ഇതിലൊക്കെ പങ്കെടുക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അല്ല, ആ സമയത്ത് ഭക്ഷണത്തിന് പോലും പ്രയാസം. തിരുവോണത്തിന്റെ അന്ന് പക്ഷെ വയറിനിറയെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. അന്നത്തെ മാറ്റത്തിലെല്ലാം ഇപ്പം എല്ലാ കാര്യം കൊണ്ടും മേന്മ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. നന്ദി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഓണപ്പാട്ടൊക്കെ പാടുമോ? ഇല്ല. ഇതിലാരോ ഓണപ്പാട്ടൊക്കെ പാടുക? അതാ ചേച്ചി പാടും. ചേച്ചി പാട്ടും ചേച്ചി പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഒരു പാട്ടൊക്കെ പാടി. ഓണ സദ്യയെ കുറിച്ചിട്ട്, അതായത് നമ്മളിപ്പോ ഇന്ന് ഇവിടെ എല്ലാവരും ഒരു അടിപൊളി തകർപ്പൻ ഓണാഘോഷത്തിലാണ്. എന്നിരുന്നാലും നമ്മളിങ്ങനെയുള്ള ഈ ഒത്തുചേരല്, ഇതുപോലുള്ള ഉത്സവ, അതായത് നമ്മുടെ ഓണം ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ വരും തലമുറകൾക്ക്, അതായത് നമ്മുടെ വരുന്ന തലമുറകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ അത്ര വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഒത്തുചേരലും ഇങ്ങനെയുള്ള ആഘോഷങ്ങളും അവർക്ക് വലിയൊരു സന്ദേശമാവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്നെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പഠിപ്പിച്ച ഒരു ഓണസദ്യ ഒരു പാട്ട് ഞാൻ 4 വരിയുടെ പാടട്ടെ. നിലവിളക്കമ്മ കൊളുത്തി വെച്ചു, ഇല വെച്ചു പുൽപ്പായിൽ ഞാനിരുന്നു, അമ്മ വിളമ്പാൻ തുടങ്ങുകയായി, ചെമ്മേ വിഭവങ്ങളോരോന്നായി, ഉപ്പേരി കായ വറുത്തതുണ്ട്, ശർക്കര ഉപ്പേരിക്കെന്തു സ്വാദ്, ഉപ്പേരിക്കുന്നിൻ മുകളിലല്ലോ പപ്പടമമ്മ നിരത്തി വെച്ചു, ഇഞ്ചിപ്പുളിയുമച്ചാറുമമ്മ പുഞ്ചിരി തൂകി വിളമ്പിത്തന്നു, കാളനാവിലുമെലിശ്ശേരിയും കാണുന്നിലയിലാണിരുന്നു, പുത്തേരി ചോറിൻ മുകളിലല്ലോ ഇത്തിരി സാമ്പാർ ഒഴിച്ചു തന്നു, പായസമമ്മ വിളമ്പിടുമ്പോൾ വായയിൽ വെള്ളമുറന്നിടുന്നു, പായസമമ്മ വിളമ്പിടുമ്പോൾ വായയിൽ വെള്ളമുറന്നിടുന്നു, വായയിൽ വെള്ളമുറന്നിടുന്നു. പായസത്തിന്റെ അതേ സ്വാദ് അല്ലെ ചേച്ചിയുടെ പാട്ടിലുണ്ട്. ശരിക്കും ചേച്ചിയാണെന്ന് ഈ ടീമിന്റെ ഒരു വൈബ് തോന്നുന്നു. ചേച്ചി എല്ലാത്തിനും ഡാൻസിനും പാട്ടിനും ഒക്കെ ഉഷാറാണ്. ആ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവരെല്ലാവരും കുറച്ചു നേരം സമയം എടുത്തുകൊണ്ട് പെട്ടെന്നൊരു തിരുവാതിര തട്ടി കൂട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ ഈ തിരുവോണ ദിനത്തിൽ നമുക്ക് അവരുടെ ആ തിരുവാതിര ഒന്ന് കണ്ടാലോ? കണ്ടുവരാം. അപ്പൊ നമുക്ക് ആ തിരുവാതിര ഒന്ന് കണ്ടുവരാം.
ഇല്ല ഞങ്ങൾക്കതു മായയാലെ കാണണം സീതേ അതു ഞാൻ വരയ്ക്കയില്ല രാമദേവനറിയുമ്പോൾ വധിക്ക ലക്ഷ്മണ എന്ന് അരുളി ചെയ്യും അതിനിതും വിടരില്ല നിനക്കു ഞങ്ങളുമുണ്ട് ഞങ്ങൾക്കതു മായയാലെ കാണണം സീതേ അതു നേരം സീതാദേവി ചെങ്കല്ലും പലകയുമായി അരക്കന്റെ രൂപഗുണം വരച്ചു കാട്ടി 10 തല 20 കരങ്ങളും വരച്ചിട്ട് കരങ്ങളിൽ പല പല ആയുധങ്ങളും അരക്കന്റെ രൂപഗുണം കണ്ടിട്ടമ്മമാരും ഭയപ്പെട്ടു ആ പലക കരം കൊണ്ടു മറിച്ചു വച്ചു രാമദേവൻ വേട്ടയാടി കുളിച്ചു ശുദ്ധിയും ചെയ്തു ദേവാലയത്തിനായി തന്നിരിക്കും നേരം അപ്പലക തുള്ളി തുള്ളി മന്ത്രമന്ത്രം തിഴച്ചപ്പോൾ അപ്പലക കരം കൊണ്ടു മറിച്ചു നോക്കി ആരാണെന്റെ അമ്മമാരെ പലകമേൽ വരച്ചത് ഞങ്ങളാരും അറിഞ്ഞില്ല ശ്രീരാമദേവ സീതാദേവി അറിയാതെ മറ്റാരും വരയ്ക്കയില്ല അവൾക്കതിനാശയൊട്ടും കുറഞ്ഞിട്ടില്ല അഭിഷേകം കഴിഞ്ഞങ്ങു സുഖമായിട്ടിരിക്കുമ്പോൾ രാമദേവൻ പള്ളി വിട്ടക്കെഴുന്നള്ളത്ത് അപ്പൊ നൗഷേക്ക നല്ല അടിപൊളി ഒരു തിരുവാതിര നല്ല ഗംഭീര തിരുവാതിര. ആ അത്ര വലിയ ഡ്യൂറേഷൻ ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് കണ്ട് കൊതിയായിട്ട് തീർന്നില്ല അല്ലേ? പക്ഷെ അതിന്റെ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. പക്ഷെ അതിന് പിന്നിലൊരു വലിയ അധ്വാനം എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം തട്ടിക്കൂട്ടിയില്ലേ? ഞങ്ങൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്തിട്ടും പഠിച്ചതാണ്. അപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു, പക്ഷെ ഞങ്ങൾ നന്നായി കളിച്ചു. അതെ, സത്യമായിട്ട് നന്നായി കളിച്ചല്ലേ. എല്ലാവരും നേരത്തെ തിരുവാതിര കളിക്കുന്നവരാണോ? എല്ലാവരും കളിക്കുന്നവരാണ്. അപ്പോൾ പെട്ടെന്ന് പഠിച്ചതാണ്. അങ്ങനെ അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരാളുണ്ട് അല്ലേ? മോളുടെ പേരെന്താ? ആദിശ്രീ. ആദിശ്രീ. ഏത് ക്ലാസ്സിലാ? 3ാം ക്ലാസ്. ഡാൻസ് ഒക്കെ കളിക്കും അല്ലേ? പിന്നെ ഏതാ തിരുവാതിര കൂടാതെ ഭരതനാട്യം, മോഹിനിയാട്ടം അങ്ങനെയൊക്കെ കളിക്കും? ഭരതനാട്യം കളിക്കും. ആ, പാട്ടൊക്കെ പാടുവോ? ഒരു പാട്ട് പാടാം. ഈശ്വര കൈകൂപ്പി നിൽപ്പുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണമാകുന്ന സർവേശ്വര സത്യവും ധർമ്മവും നീതിയും ജീവിത തത്വങ്ങളായി അംഗീകരിച്ചും. അവൾക്ക് നാണോ പാട്ട് പാടുന്നത് അറിയാത്തതുകൊണ്ടല്ല, ഒരു ക്യാമറയുടെ മുന്നിൽ പാടുന്നതിന്റെ ഒരു മടി ഉണ്ട് ആൾക്ക്. പക്ഷെ ഉഷാറായിട്ട് കളിച്ചു അല്ലേ? ഗംഭീരം. കുട്ടിയുടെ അമ്മയാണോ? എന്താണ് പേര്? ശ്രീജിത. ശ്രീജിത. എങ്ങനെ ഓണാഘോഷമൊക്കെ എവിടെ വരെ എത്തി? ഓണാഘോഷം ആയി വരുന്നു. പക്ഷെ ഇന്നലെ ഞങ്ങൾ വൈകിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. ഞങ്ങൾ കുറച്ച് പേര് കൂടെ അവിടെയും ഇവിടെയും കിടക്കുന്ന ആൾക്കാർ കൂടെ രാത്രിയിലൊക്കെ കൂടെ. ഇവൾക്കാണ് മെയിനായിട്ട്. ഇവള് രാത്രിയിൽ ഞങ്ങൾ ഡാൻസ് എല്ലാവരും വലിയ ആൾക്കാരല്ലേ, അപ്പോൾ അവളെ കൂട്ടില്ല എന്നുകൊണ്ട് അവളെ വാശി പിടിച്ച് കിടക്കായിരുന്നു. അവളെയും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കുഴപ്പമില്ലാണ്ട് അവളും കൂടെ കളിച്ചു. എങ്ങനെ ഓണാഘോഷ പരിപാടികളൊക്കെ എവിടെ എത്തി? ഓണാഘോഷ പരിപാടി ഇപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കണു. എന്താ പറയുക, പെട്ടെന്നായിരുന്നു നമ്മൾ ഇങ്ങനെ തീരുമാനം എടുത്തത് തിരുവാതിര കളിക്കണം എന്ന്. അപ്പോൾ എന്താണ്, എല്ലാവരും നന്നായി കളിച്ചു. ഞാൻ വിചാരിച്ചു നല്ല ടൈമൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ വേഗം പഠിച്ചെടുക്കാൻ പറ്റി. പേരെന്താ? അനുശ്രീ. അനുശ്രീ. ഇന്നലെ വൈകിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. സന്തോഷമായല്ലേ അപ്പൊ എല്ലാവർക്കും? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കളി? ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്താണ് പ്രാക്ടീസ് തുടങ്ങിയത്. പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു. ആളെ കെട്ടാഞ്ഞിട്ടും പിന്നെ ഒപ്പിച്ചിട്ടൊക്കെ കണ്ട് കളിച്ച്, എന്നാലും ഒരുവിധം ഒപ്പിച്ച് കളിച്ച്. എല്ലാവരും നേരത്തെ കളിച്ച് പരിചയമുള്ളതുകൊണ്ട് കളിച്ച് ഇതുള്ളൊരു ആയ കാരണം കുഴപ്പമില്ല, വേഗം പഠിക്കാൻ പറ്റി. നൗഷാക്ക, അപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് വെച്ചാല് നമ്മുടെ രജീഷേട്ടൻ അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു പരിശ്രമം കൂടിയാണ്. കൂടാതെ ഈ ദിവസം പൂക്കള മത്സരം നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക്
അതെ, രജീഷ് ഏട്ടനോട് ഒന്ന് തന്നെ വിളിച്ചാലോ? ചോദിക്കാം. രജീഷ് ഏട്ടൻ ഒന്ന് ഇങ്ങോട്ട് വന്നാ വലിയ ഉപകാരമായി. ഞങ്ങൾ ഇത്രയും ഇതാക്കി എടുത്തത് രജീഷാണ്. എല്ലാവരും പറഞ്ഞ് ഇതാക്കിയിട്ട് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ ഇതും ഉണ്ടായിരുന്നു ആക്കാൻ വേണ്ടി. രജീഷ് ഏട്ടൻ എങ്ങനെയാണ് വാർഡിലെ സാധാരണ ഓണാഘോഷം നടക്കാറ്? സാധാരണ നമ്മുടെ ഈ വാർഡിൽ നല്ല രീതിയിൽ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ നല്ല രീതിയിലുള്ള സംഘാടനത്തോടെ വർഷങ്ങളായി നമ്മൾ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ ആ രീതിയിലുള്ളൊരു സംഘാടനം നടത്താൻ കഴിഞ്ഞില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം വയനാടിൽ സംഭവിച്ചതിൻ്റെ ഭാഗമായി നമ്മളും ആ ആഘോഷ പരിപാടികളെല്ലാം തന്നെ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പൊന്നാനി നഗരസഭയിലെ തന്നെ ഏറ്റവും കൂടുതൽ കൃഷിയൊക്കെ നടക്കുന്ന ഒരു മേഖല കൂടിയാണത്. ഈ കാർഷിക രംഗത്തും എന്താ പറയുക, ഇപ്പോൾ രജീഷ് ഏട്ടൻ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. ഈ വാർഡിലെ കർഷകരും ഒക്കെ എങ്ങനെയാണ് ഓണം ഈ തവണത്തെ ഓണത്തെ കൊണ്ടാടുന്നത്? പ്രത്യേകിച്ച് ഈ ചെറുവായിക്കര ഉൾപ്പെടുന്ന മേഖല തികച്ചും ഗ്രാമീണരാണ്. കൃഷി തന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു ജീവിതമാർഗം കൃഷി തന്നെയായിരുന്നു. കാലം മാറി കാർഷിക രംഗത്തുനിന്നും മറ്റ് ഇതര മേഖലയിലേക്കൊക്കെ ആളുകൾ തൊഴിൽ തേടി പോവുകയും മറ്റിതര മേഖലകളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവർ ധാരാളമുള്ള ഒരു പ്രദേശമായി മാറി. എന്നാലും കൃഷി എന്ന ആ കൾച്ചറിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പോഴും ഈ നെൽകൃഷി ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മളെ ഈ തിരുവോണ ആഘോഷം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം ആഘോഷിക്കുന്ന വീട് തന്നെ ജൈവ സങ്കല്പത്തോടെ പ്രകൃതി സൗഹൃദമായ ജീവിതം നയിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ ഇത്തവണത്തെ ഓണം ആഘോഷിക്കുന്നത്. ഈ വീടിൻ്റെ ഗൃഹനാഥ സീമേച്ചിയും അതുപോലെ തന്നെ രാജേന്ദ്രേട്ടനും ഈ ഒരു പുതിയ കാലത്തെ ഒരു സന്ദേശമാണ്. അപ്പൊ അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയല്ലേ? ഒരു വീട്ടിലെല്ലാവരെയും വിളിച്ച് ചേർത്തുകൊണ്ട് അത് അവിടെ ഒരു ഇടം ഒരുക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. നമ്മുടെ ഈ ഗൃഹനാഥൻ എന്ന് പറയുന്നത് രാജേന്ദ്രേട്ടനാണ് അല്ലേ? അവരെ വിളിക്കാം അല്ലേ? ഓ, അവരെ വിളിക്കാം. ചേട്ടാ എങ്ങനെയുണ്ട് നമസ്കാരം, എങ്ങനെയുണ്ട് ഓണാഘോഷങ്ങളൊക്കെ? ഓണാഘോഷങ്ങൾ വളരെ ഗംഭീരമായി നടക്കുന്നു. പിന്നെ കുറേ വർഷമായിട്ട് ബോംബെയിലാണ് സെറ്റിൽഡ്. ഞങ്ങൾ മറുനാടൻ മലയാളികളാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കൂട്ടായ്മ കേരളത്തിന്റെ മറ്റു സ്റ്റേറ്റുകളിലാണ്. ഓണത്തിന് എല്ലാവരും ഒന്നിച്ച് ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും ഒന്നിച്ച് വളരെ സമൃദ്ധിയായി മറ്റു സ്റ്റേറ്റുകളിലും ഓണം ആഘോഷിക്കുന്നുണ്ട്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. പിന്നെ അവിടെ വളരെ പ്രധാനം കാണിക്കുന്ന ഓണസദ്യയാണ്. ഓണസദ്യ പറഞ്ഞാൽ അവിടെ കൗതുകം, നമ്മുടെ വാഴയിലുള്ള ഇത്രയും സമൃദ്ധമായ വിഭവങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമ്മൾ മറ്റെവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇത്തവണ മകളുടെ കല്യാണത്തിൻ്റെ ആവശ്യത്തിനായി നാട്ടിലുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിൻ്റെ ഓണാഘോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നീട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഒരു 40-45 വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഏറ്റവും സന്തോഷമുള്ള സമയമാണ്. കാരണം നമുക്കിഷ്ടപ്പെട്ട ആഹാരങ്ങൾ ആ സമയത്ത് മാത്രമാണ് കൂടുതൽ കിട്ടുക. പിന്നെ കുട്ടികളുമായിട്ട് അത്തം മുതൽ ഓണം വരെ 10 ദിവസം പൂക്കളിടലായിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സന്തോഷം തരുന്നത്. പൂക്കളൊക്കെ തൊടിയിൽ പോയിട്ട് പറിച്ചുകൊണ്ട് ചെറിയ പൂവട്ടിയിലെല്ലാം പറിച്ച് 10 ദിവസം ശരിക്കും ആഘോഷം തന്നെയായിരുന്നു. പിന്നെ അതിനും പുറമെ ഓണത്തിൽ അന്ന് കാണുന്നത് നമ്മളുടെ എല്ലാ ജാതി മത ആൾക്കാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു ആഘോഷ വേളയാണ്. അപ്പോൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാത്തിനുപരി സമാധാനത്തിൻ്റെയും ഒരു ഓണം നേരുന്നു. താങ്ക് യു. അപ്പോൾ ഏതായാലും അതിലെ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇവരുടെ ഈ ഓണാഘോഷ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് പുരോഗമിക്കുമ്പോൾ നമ്മൾ എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇട്ടിട്ടുള്ള പൂക്കളാണ്. ഈ പൂക്കളത്തിൽ ഇട്ടിട്ടുള്ള അതെ, അവര് തന്നെ കൃഷി ചെയ്തിട്ടുള്ളതാണ്. പുറമേ നിന്നൊന്നും വാങ്ങിച്ചതോ അങ്ങനെയൊന്നുമല്ല, അവര് തന്നെ കൃഷി ചെയ്തിട്ടുള്ളതാണ്. അപ്പം രജീഷേട്ടനും ഈ വാർഡിലുള്ളവരും എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. ഇത് കൂടാതെ വേറെ വീടുകളുണ്ട്, അവിടേക്കൊക്കെ പോവാനുണ്ട്. അപ്പം അവിടെ നിന്നുള്ള വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാം. അപ്പൊ ഈ ഓണം നമുക്ക് വൈബാക്കിയാലോ?
അപ്പോൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ചെറുവായിക്കരയിലെ ഒരു കുടുംബശ്രീ അംഗങ്ങളുടെ ഓണാഘോഷമാണ്. വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി എല്ലാരും നല്ല സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ ഇന്ന് നമ്മുടെ ഈ ഓണാഘോഷം ഇവരോടൊപ്പം കൂടിയാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അല്ലേ? ചേച്ചി എവിടെ വരെ എത്തി ഓണാഘോഷങ്ങളൊക്കെ? അടിപൊളിയല്ലേ? ഓണം നന്നായിട്ട് നടക്കണം. പണ്ടത്തെ ഓണാഘോഷമൊക്കെ? പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ പിന്നെ പൂവെട്ടി വേണം, പൂവെട്ടി ഉണ്ടായിട്ട് തുമ്പപ്പൂവ്, മുക്കുറ്റി, തുളസി, ഇങ്ങനെ എന്താ പറയുക, എല്ലാ അങ്ങനെ എല്ലാ പൂവുകളും പറിക്കും. എന്നിട്ട് തല്ലുകൂടി ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ കുറേ കുട്ടികൾ കൂടിയിട്ടാണ് പറിക്കാൻ പോവുക. പറിച്ച് രാവിലെ എല്ലാവരും കൂടി അന്നൊക്കെ തറയിൽ കഴുകണം. ഇപ്പോൾ അല്ല കളട്ടിട്ടാണ് കഴുകുക. അന്നൊക്കെ ഇപ്പൊ തറ, അന്ന് കളം കഴുകിയിട്ടാണ് ഇടുക. ചാണകം കൊണ്ട് കഴുകിയിട്ട്. ഇപ്പൊ പലയിടത്തും അതൊക്കെ കുറവല്ലേ? എല്ലാവരും ഒക്കെ മേടിക്കില്ലേ? പണ്ടൊന്നും പൂക്കൾ മേടിക്കില്ലല്ലോ. പൂക്കളങ്ങൾ വരെ ഇപ്പോ കിട്ടി തുടങ്ങി. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊരു ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പുറത്തുനിന്നുള്ള പൂ തന്നെയാണ് പ്രധാനമായിട്ടും വരുന്നത്. പണ്ടൊന്നും പൂക്കൾ മേടിച്ചിരുന്നില്ല. പണ്ടൊക്കെ പൂ പറിക്കണം. അത് 4-4:30 പൂ വെട്ടിക്കാൻ പോകും. 6 മണിയായാലും വീട്ടിലേക്ക് തിരിച്ചു വരിക. അതും പൂവെട്ടി 2-3 തരം പൂവെട്ടി വേണം, പല തരം പൂവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. അന്ന് സദ്യക്ക് ആയിട്ടുണ്ട്. സദ്യ ഇല്ലതുകൊണ്ട് അവിയല്, കാളൻ, ഓലൻ, പിന്നെ പച്ചടി, കിച്ചടി ഒക്കെ ഉണ്ടാവും. അന്ന് വറുത്തുപ്പേരി, കായപ്പേരി അങ്ങനെ ഉള്ള ഐറ്റം ഇല്ല. ഇപ്പൊ സദ്യക്ക് അതുണ്ട്. അതൊക്കെ തന്നെ. അന്നൊക്കെ പറഞ്ഞാൽ പപ്പടം, എന്താ വലിയ പപ്പടം, ചെറിയ പപ്പടം, പഴം വെക്കും. പഴം പുഴുങ്ങിയതും വെക്കും. പായസം ഉണ്ടാവും. അരിപ്പായസമാണ് കൂടുതലുണ്ടാവും. ഇപ്പോഴല്ലേ മറ്റുള്ള പായസങ്ങളൊക്കെ തന്നെ പറയും. ചേച്ചിയുടെ ഓണാഘോഷമൊക്കെ എവിടെ എത്തി? ഓണാഘോഷമൊക്കെ പഠിക്കെത്തി തുടങ്ങി. പിന്നെ ഞങ്ങൾ പണ്ട് എന്ന് പറഞ്ഞാൽ പാടങ്ങളിലും പറമ്പുകളിലൊക്കെ നടന്ന് പൂ പറിച്ച് ഏറ്റവും കൂടുതൽ തുമ്പപ്പൂ ആർക്കാ കിട്ടുക എന്നൊക്കെ നോക്കിക്കൊണ്ടായിരുന്നു ഞങ്ങൾ പൂ പറിച്ചിരുന്നത്. തോനെ തുമ്പപ്പൂവാണ് കളത്തിലിടാൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഓണത്തപ്പനെ ഉണ്ടാക്കും. അത് മൂലത്തിൻ്റെ അന്നാണ് മണ്ണെടുത്തുടന്ന് ഞങ്ങൾ അച്ഛനും മക്കളൊക്കെ കൂടി ഇരുന്ന് പൂവ് ഓണത്തപ്പനെ ഉണ്ടാക്കി തൃക്കാക്കരപ്പ വെക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കുക. അതിന് കൃഷ്ണകിരീടം, തുളസി, പിന്നെ കൊളാമ്പിപ്പൂവ് എന്നീ പൂക്കളൊക്കെ പറിച്ചാണ് അതിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ അതിൽ തുമ്പപ്പൂവ് നന്നായി ഇടണം, എന്നാലേ അച്ഛന് തൃപ്തിയാവും. അങ്ങനെയാണ് പൂക്കളം ഇടുക. അത് ചാണം മെഴുകിയാണ് ഞങ്ങൾ പൂക്കളം ഇടുക. മൂലത്തിൻ്റെ അന്നാണ് മൂലക്കളം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് തറ കെട്ടുള്ളൂ. അത് 3 തറ സ്റ്റെപ്പായിട്ട് കെട്ടിയിട്ടാണ് വെക്കുക. അതിൽ ആദ്യത്തേൽ 5 തൃക്കാക്കരപ്പനെ വെക്കും, പിന്നെ 2 എണ്ണം അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അത് നല്ല ഇതിൽ പിന്നെ ഭയങ്കര പൂവിളിയാണ്. പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ എന്നിങ്ങനെ ആർപ്പ് വിളിച്ചുകൊണ്ടാണ് തൃക്കാക്കരപ്പനെ വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ ഉള്ളത്. ചേച്ചിയുടെ ഓണാഘോഷമൊക്കെ എന്തായി? ഫാമിലി എല്ലാവരും വന്നോ? എല്ലാവരുടെ ഒരു ഒത്തുകൂടൽ ആണല്ലേ? ഓണാഘോഷം ഉഷാർ തന്നെയാണ്. ഇപ്രാവശ്യം നല്ല കുറച്ച് വർഷങ്ങളായിട്ട് ഷോപ്പിംഗ് ആണ് ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. പിന്നെ മതിൽ കെട്ടിത്തിരിക്കാത്ത പറമ്പുകൾ കുറവാണ്, ഒഴിഞ്ഞെടുക്കുന്ന പറമ്പുകൾ കുറവാണ്, പൂക്കൾ കുറവാണ്, കുട്ടികൾ പൂവട്ടിക്കാൻ പോണതും കുറവാണ്. അതുകൊണ്ടെന്താ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ മിക്കവാറും പ്ലാസ്റ്റിക് കവറിൽ വരുന്ന അണ്ണന്മാരുടെ പൂവെന്ന് പറയാൻ പറ്റില്ല, എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല. അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോഴത്തെ പൂക്കളം മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് വിടാത്തവരെ ഈ ഓണാകുമ്പോൾ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അവരും എന്താളിക്കില്ലേ, എവിടെ പോയിട്ട് പൂവ് പൊട്ടിക്കും, എവിടെയാണ് പൂവുള്ളത്. പിന്നെ എല്ലായിടത്തും മതിൽ കെട്ടിയിരിക്കുകയാണ്, നായ്ക്കളെ വളർത്തുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. മക്കളെ അങ്ങനെ വിടാറില്ല, കുട്ടികൾക്ക് നേരമില്ല. ഓണപരീക്ഷയുടെ ടൈമാണ്, പഠിക്കാനുണ്ട്, ട്യൂഷൻ ഉണ്ട് വേറെ സ്കൂളത്തെ കൂടാതെ. അങ്ങനെ ഒരുപാട് കുട്ടികളും ബിസിയാണ്, നമ്മളും ബിസിയാണ്. എല്ലാ തിരക്കിടയിലൂടെയാണ് എല്ലാവരും. എന്നാലും ഒരു സന്തോഷമാണ്. അതെ അതെ. മറ്റുള്ള ദിവസങ്ങളിൽ പോലും സദ്യക്ക് എല്ലാവരും ഒരുമിച്ച് കൂടി ആ ഒരു സമയത്ത് ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് ഓർത്തു വെക്കാൻ എന്തെങ്കിലും വേണം എന്നുള്ള ഒരു നല്ല ചിന്തയുടെ ഭാഗമായിട്ട് നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര പ്രയാസം ഉണ്ടെങ്കിലും ഓണത്തിനൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിക്കുക, ഓണപ്പൂക്കളിടുക, അതൊക്കെ ഒരു സന്തോഷം. ഈ സന്തോഷം തുടർന്നും ഉണ്ടാവട്ടെ, പുതിയ തലമുറയ്ക്കും കിട്ടട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നു. ചേച്ചി ഭയങ്കര അപ്പൊ ഇവിടെ കുറച്ച് പേര് നല്ല സുന്ദരികളായിട്ട് ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവര്
നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു തിരുവാതിരക്ക് തിരുവാതിര കളിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഏതായാലും നമുക്കൊരു മനോഹരമായ തിരുവാതിര കണ്ടിട്ട് വരാം അല്ലേ? അതെ അതെ തീർച്ചയായും. ഗജാനനം ചന്ദ്രസമാനവർണം സ്വദന്തപാശാങ്കുശ ലഡ്ഡുകാനി ഹസ്തൈഃ ദധാനം കമലാസനസ്ഥം വിഘ്നേശ്വരം നൗമി സദാ പ്രസന്നം വിഘ്നേശ്വരം നൗമി സദാ പ്രസന്നം. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദയമായി വ്രീളയിതിന്നില്ലഞ്ഞു വേള ഇതല്ല. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദയമായി വ്രീളയിതിന്നില്ലഞ്ഞു വേള ഇതല്ല. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം. വികൃത ഹൃദയെ ഞങ്ങൾ വികിരങ്ങളല്ല, വെറുതെ ഞങ്ങളെ കൊൽവാൻ അവസരമില്ല. വികൃത ഹൃദയെ ഞങ്ങൾ വികിരങ്ങളല്ല, വെറുതെ ഞങ്ങളെ കൊൽവാൻ അവസരമില്ല. വിരവിൽ നിന്നെ ചലിച്ച വിരുതുള്ള ഞങ്ങളെല്ലാം വിപുല മഹിമ തേടും ചൂതുകൾ ചൊല്ലാം. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദയമായി വീണയിതിന്നില്ലഞ്ഞു വേള ഇതല്ല. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം. വിസ്തൃതം നിന്റെ രാജ്യം വിവിധമാം ധനവും വസ്തു സമ്പത്തുക്കളും ഭരിക്കുവാൻ ജനവും. വിസ്തൃതം നിന്റെ രാജ്യം വിവിധമാം ധനവും വസ്തു സമ്പത്തുക്കളും ഭരിക്കുവാൻ ജനവും. ഇത്രവും ഞങ്ങൾ ചെയ്തതറിക നിൻ കഥനവും വസ്ത്രമിരുപാതിപ്പാൻ വന്നതി ജനവും. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദയമായി വീണയിതിന്നില്ലഞ്ഞു വേള ഇതല്ല. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം. വിരസത വരുത്തി നീ സുരപതിക്കുടനെ സ്മരപരവശനായി മരുവിതൻ സദനെ. വിരസത വരുത്തി നീ സുരപതിക്കുടനെ സ്മരപരവശനായി മരുവിതൻ സദനെ. വരുവത് അതിനിന്ന് വരിക നീ ഇവിടെ മരപുരി ധരിച്ചു നീ മരുവുക വിഫലേ. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദയമായി വീണയിതിന്നില്ലഞ്ഞു വേള ഇതല്ല. വിഫലം തേ വൈരസേനേ
രോഷാക്ക നല്ലൊരു അടിപൊളി തിരുവാതിര. നമ്മൾ 2 തിരുവാതിര ഉണ്ടല്ലേ, മനോഹരമായിട്ടുള്ള തിരുവാതിര. നല്ല എങ്ങനെയാ പ്രാക്ടീസ് ഒക്കെ? നമ്മുടെ ഈ തിരുവോണ ദിവസം നല്ല അടിപൊളി തിരുവാതിര കളിച്ചെന്നേ. ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടെ ഒത്തുകൂടും. പിന്നെ ഫോണിൽ വിട്ടുകൊടുത്തിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യും. 1 മാസം കൊണ്ട് പഠിച്ചെടുത്തതാണ്. ഇങ്ങനെ കളിക്കാറുണ്ടോ? ഞങ്ങൾ അമ്പലങ്ങളിൽ പിന്നെ ഇങ്ങനെ പല കുടുംബശ്രീ പരിപാടിക്കൊക്കെ കളിക്കാറുണ്ട്. ഞങ്ങളൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, പുനർജനി എന്ന ഞങ്ങളുടെ ടീമിൻ്റെ പേര്. ഞങ്ങൾ 8 അംഗങ്ങളിപ്പം പുനർജനി ടീമിലുണ്ട്. ഇനി അംഗങ്ങളെ കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഞങ്ങൾ ആഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇവർ പല പാട്ടുകളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു തിരുവാതിര അല്ലേ, വളരെ രസകരമായിരുന്നു അത്. ഞങ്ങൾ തിരുവാതിര കളിയും പിന്നെ ഫ്യൂഷൻ ഡാൻസും ഒക്കെ കളിക്കാറുണ്ട്. അത് ശരി. അപ്പൊ ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞ് ഇവര് കണ്ണൂർക്കാരിയാണെന്ന്. അപ്പൊ കണ്ണൂരുള്ളോട് ഇവിടത്തോട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇവിടുത്തെ ഓണം എനിക്കിഷ്ടം. എന്താണ്? കാരണം കണ്ണൂർ എന്ന് പറഞ്ഞാല് എന്താ സദ്യവട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ വേറെ ലെവലാണ്. പിന്നെ പൂക്കൾ പറിക്കാൻ പോകാമെന്നില്ല. എനിക്ക് ഇവിടുത്തെ ഓണം ഇഷ്ടം. അവിടെ സദ്യക്ക് ചിക്കനൊക്കെ അവിടെ ചിക്കൻ ഇല്ലെങ്കിൽ ഓണം ഇല്ല. ഇവിടെ വന്ന് ഒരുപാട് സദ്യവട്ടം ഉണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ഒരുവിധം സദ്യവട്ടങ്ങളൊക്കെ കണ്ടത് തന്നെ. അവിടെ ഇത്രയും തോന്നുന്ന സദ്യവട്ടമൊന്നും ഉണ്ടാവില്ല. ഇലയിൽ ഒരു അച്ചാറും ഒരു പുളിയഞ്ചി ഉണ്ടാവില്ല. അവിടെ പുളിയഞ്ചി ഇല്ല. അച്ചാറും ഒരു പപ്പടവും പിന്നെ ചിക്കൻ പിന്നെ വലിയ വലിയ മീൻ വറുത്തത്. അതൊക്കെയാണ് അവിടുത്തെ ഓണം. ഇത്രയും വലിയ ആഘോഷമൊന്നും ഉണ്ടാവില്ല. ഇത്ര വലിയ ആഘോഷമൊന്നുമില്ല, കുറവാണ് ആഘോഷം. അപ്പോൾ ചേച്ചിയുടെ ഓണാഘോഷം പഴയ ഓർമ്മകളൊക്കെ എന്തൊക്കെയാണ്? പഴയ ഓണാഘോഷം നല്ല ഓണാഘോഷം തന്നെയാണ്. അന്ന് സദ്യ ഇറച്ചി മീനൊക്കെ മേടിക്കും. പക്ഷെ ഇപ്പോഴല്ലേ കൂടുതലും സദ്യയായിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങളായില്ലേ. അതുകൊണ്ടാണ് അന്നൊക്കെ പറഞ്ഞാൽ മീനില്ലാതെ എല്ലാ വീട്ടിലും മീൻ വാങ്ങിക്കും. അപ്പോൾ കുട്ടിക്കാലത്തിട്ട് അന്ന് വലുതായതിൻ്റെ ശേഷമാണ് എല്ലാവരും സദ്യക്ക്. നിങ്ങൾ മനോഹരമായ തിരുവാതിരയാണ്, പലതരം സ്റ്റെപ്പുകളൊക്കെ ഉള്ള തിരുവാതിരയാണ് കണ്ടത്. അപ്പോൾ നിങ്ങളിത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പല ഭാഗങ്ങളിലായിട്ട് കളിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? കർമ്മറോട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വിഷുവിന് കളിച്ചു, പിന്നെ ഇപ്പം അമ്പലങ്ങളിൽ കളിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ടീമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അല്ലേ? എങ്ങനെയാണ് ഈ തിരുവാതിരയുടെ പ്രാക്ടീസൊക്കെ അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? പ്രാക്ടീസൊക്കെ വൈകുന്നേരം 2-3 ആളുകളൊക്കെ ജോലിക്ക് പോണവരാണ്, പിന്നൊക്കെ വീട്ടമ്മമാരാണ്. അപ്പോൾ ഞങ്ങൾ വന്നാൽ ജോലിക്ക് പോണവർ പോയി വന്നാൽ ആ ടൈമിൽ കളിക്കും, പ്രാക്ടീസ് ചെയ്യും. അല്ലാത്ത ദിവസങ്ങളിൽ ഞായറാഴ്ചകളിൽ പ്രാക്ടീസ് ചെയ്യും. അവധി ദിവസങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഒരു വർഷമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പുനർജനി ടീം തുടങ്ങിയുള്ളത്. അതിലൊരു 4-5-6 സ്ഥലങ്ങളിൽ ഞങ്ങൾ കളിച്ച് ഒരു അമ്പലത്തിലാണ് ആദ്യം തുടങ്ങിയത്. ഞങ്ങളടുത്തുള്ള പതിയാർത്ത അമ്പലത്തിലാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ വിഷുവിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് കളിച്ച്. പിന്നെ കർമ്മയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിൽ കളിച്ച്. കുടുംബശ്രീയുടെ പരിപാടികൾ ഉണ്ടായിരുന്നു, അതിന് കളിച്ച്. അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു മനസ്സിന് സന്തോഷം തരുന്നത് കൊണ്ട് തന്നെയാണോ ഈ ഒരു എന്താ പറയുക തിരുവാതിരയായിട്ട് മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ അല്ല ഈ എല്ലാവരും കുടുംബങ്ങളല്ലേ? ടിവിയുടെ മുമ്പിലാണ് നമ്മൾ തിരുവാതിര പ്രാക്ടീസിന് വരുമ്പോൾ എല്ലാ വീട്ടമ്മമാരും ഒത്തുകൂടും, കളി തമാശ പറയും. ഈ ടിവിന്റെ മുമ്പിൽ വീട്ടിലെ അംഗങ്ങളെയും കണ്ടിരിക്കുകയല്ലേ. ഒരു 6:30 മണിക്ക് ഒരു വീട്ടിൽ ഒത്തുകൂടിയ 8:30, 9, 10 മണി വരെ അവിടെ ഞങ്ങളുടെ പ്രകടനമാണ്. അതാണ് അടുത്തുള്ളൊരു ശബ്ദം കേട്ടു. ഞങ്ങളുടെ കളി കണ്ടിട്ടില്ല, ഞങ്ങളുടെ വർത്താനം സംസാരം കേട്ടിട്ട് ആൾക്കാർ ഓടിക്കൂടും. നല്ല രസമായിരിക്കും എല്ലാവരുടെ പ്രാക്ടീസ് സമയമൊക്കെ. തമാശകളും കാര്യങ്ങളും അങ്ങനെയുള്ള സമയങ്ങളൊക്കെ അതിൽ പോകുന്നുണ്ട്. ഒന്നാമത് ആ ടൈമിൽ എല്ലാവരും സീരിയൽ കാണുന്ന ടൈമാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ സീരിയൽ കാണാൻ ഇപ്പോൾ ഇരിക്കുന്നില്ല, കാരണം ഈ കളി പ്രാക്ടീസ് അല്ലേ. അപ്പോൾ എവിടെയെങ്കിലും ഒരു കളി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടേക്ക് കളിക്കാനുള്ള തയ്യാറെടുപ്പ്. എവിടെയായാലും ഞങ്ങൾ കളിക്കും, അപ്പോൾ ഇവരുടെ ഒരു ഭയങ്കര വൈബ് ടീമാണ്. അവർക്ക് ഇനി ഒരുപാട് സ്റ്റേജുകൾ കിട്ടട്ടെ അല്ലേ. അപ്പം ഓണമൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും ആഘോഷിച്ചു അല്ലേ. അപ്പൊ ഇവിടെ ഒരാൾ കുറെ നേരമായിട്ട് ആർപ്പ് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കണോ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് നല്ലൊരു ഹാപ്പി ഓണം പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഉജാലളം സീതയോടു പറഞ്ഞുമല്ലേ, ആരാക്കെൻ്റെ രൂപഗുണം ഞങ്ങളാരും കണ്ടിട്ടില്ല, ഞങ്ങൾക്കിതു കാണണമിപ്പോ. ആർപ്പോ ഹീറോ ഹീറോ ഹീറോ